സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കൂ. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. 4 അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവൻ ആയിരുന്നാലും അവന് സൗഖ്യം വരും എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ 38 വർഷമായിട്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. എത്ര വർഷം കൊണ്ടാണ് പറയൂ? 38 വർഷങ്ങളായിട്ട് രോഗത്താൽ ഭാരപ്പെടുകയാണ്. 1 വർഷമോ 2 വർഷമോ അല്ല. ഒരു ദിവസം രോഗം വന്നാൽ പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ എന്ന് വീട്ടിൽ പോകാൻ കഴിയുമെന്ന് നമ്മൾ നോക്കിക്കിടക്കും. 38 വർഷങ്ങളായിട്ട് അവിടെ രോഗിയായി കിടക്കുന്നു. ഒരുപാട് ആളുകൾ വന്നിട്ട് സൗഖ്യം പ്രാപിച്ചു പോകുന്നു. എന്നാൽ ഇവൻ മാത്രം അവിടെ തന്നെ കിടക്കുകയാണ്. എന്താണ്? ഈ കാലത്ത് അനേകരെക്കുറിച്ച് ചിന്തിച്ചാൽ ആദ്യമായിട്ട് വരുന്ന അനേകര് മാനസാന്തരപ്പെട്ട വിശ്വാസികളായി മാറുന്നു. ഞങ്ങൾ പണ്ട് മുതലേ യേശുവിൽ വിശ്വസിക്കുകയാണെന്ന് പറയുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്താണ്? എവിടെ നിന്നോ വന്ന ആളുകൾ രക്ഷിക്കപ്പെട്ട് കടന്നു പോകുന്നു. ഞങ്ങൾക്ക് ബൈബിളിലെ സകലതും അറിയാമെന്ന് പറയുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുന്നു. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ആ മനുഷ്യന് 38 വർഷമായിട്ട് സൗഖ്യം പ്രാപിക്കാത്തത്? ആ വെള്ളത്തിൽ ഇറങ്ങാത്തത് കൊണ്ട്. എല്ലാവരോടും പറയുന്നുണ്ട്, വരുന്ന എല്ലാവരോടും, ആ മുൻപോട്ട് പോകൂ, മൂലയ്ക്ക് പോകൂ, വെള്ളത്തിൽ ഇറങ്ങിയ ഉടനെ സൗഖ്യം പ്രാപിക്കും, കഴിഞ്ഞ ദിവസം ഒരുവന് സൗഖ്യം പ്രാപിച്ചു എന്ന് എല്ലാവരോടും സാക്ഷ്യം പറയും. എന്നാൽ ഇവൻ മാത്രം സൗഖ്യം പ്രാപിക്കുന്നില്ല. നമ്മുടെ ഇടയിലും ചില ആളുകളുണ്ട്, എല്ലാവരും ചെല്ലു ചെല്ലു ചെല്ലു, എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പോകൂ, പെട്ടെന്ന്. നീ വരുന്നില്ലേ? എനിക്ക് TV കാണണം. എല്ലാവരും പോകൂ, എല്ലാവരും പോകൂ പ്രാർത്ഥനയ്ക്ക്. എനിക്കപ്പോൾ ഇഷ്ടം പോലെ ഇവിടെ ആയിരിക്കാൻ കഴിയും. ചില ആളുകൾ ഒരുപാട് നീതിയൊക്കെ അവർ ജീവിതത്തിൽ പറയും, എന്നാൽ അവരുടെ ജീവിതത്തെ മാത്രം മാറ്റുകയില്ല. കുട്ടികളുള്ള മാതാപിതാക്കൾ ആ കുട്ടികൾക്ക് വലിയ ഉപദേശമൊക്കെ കൊടുക്കും. നമ്മൾ കള്ളം പറയാൻ പാടില്ല, സിനിമ കാണാനൊന്നും പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത് എന്നൊക്കെ പറയാറുണ്ട്. എല്ലാം പറഞ്ഞിട്ട് നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിചാരിക്കൂ, കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യുന്നത്? നീ പറയുന്നത് ചെയ്യുമോ? നീ ചെയ്യുന്നത് ചെയ്യുമോ? വചനം കേട്ടതിന് ശേഷം നീ വീണ്ടും ലോകപരമായി ജീവിക്കുവാൻ പോവുകയാണെങ്കിൽ ആ വചനം മുഴുവൻ ഉപകാരമില്ലാത്തതായി പോകും, ഒന്നും പ്രയോജനമാകില്ല. വചനം നാം കേൾക്കുക മാത്രമല്ല, കേട്ടതിന് പ്രകാരം നാം ജീവിക്കുകയും വേണം. ഞാൻ 37 വർഷമായിട്ട് വചനം കേൾക്കുന്നു, എനിക്കൊരു മാറ്റമില്ലെന്ന് പറയുന്ന വ്യക്തികൾ ഭക്തരാണോ? ഭക്തിയില്ലാത്തവരാണോ? ഞാൻ പണ്ട് മുതൽ തന്നെ വചനം കേൾക്കുന്നു, എന്നാൽ എനിക്ക് സിനിമ കാണാതിരിക്കുവാൻ കഴിയുകയില്ല, സീരിയൽ കാണാതിരിക്കുവാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ കർത്താവിൽ വിശ്വസിച്ചിട്ട് ഒരുപാട് കാലമായി, എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുവെങ്കിൽ ഭക്തരാണോ അല്ലയോ? 38 വർഷം ആയിരിക്കുന്നു, രോഗം മാറിയിട്ടില്ല, അവിടെ തന്നെ കിടക്കുന്നു. പുതിയ ആളുകൾ വന്ന് സൗഖ്യം പ്രാപിച്ചു പോവുകയാണ്. ഇവൻ മാത്രം സീനിയർ ആയിരിക്കുകയാണ് അവിടെ. എന്താണ്? അവിടെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് കർത്താവ് അവനെ കാണുകയുണ്ടായി. ആരാണ് കണ്ടത്? ഇവിടെ മുൻപിലിരിക്കുന്നവരെ മാത്രമേ എനിക്ക് നല്ലവണ്ണം കാണുവാൻ കഴിയൂ, പുറകിലിരിക്കുന്നവരെ കുറച്ച് മാത്രമേ കാണുവാൻ കഴിയൂ. എന്നാൽ ഇവിടെ ഈ ദിവസം കർത്താവുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും അവരുടെ മധ്യയിൽ കർത്താവ് ഉണ്ടെന്ന് പറയുമ്പോൾ, ഇപ്പോൾ കർത്താവ് എവിടെയാണുള്ളത്? നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. കർത്താവ് നമ്മെ എല്ലാവരെയും നോക്കുകയാണ്. ഞാൻ മുഖം മാത്രമാണ് നോക്കുന്നത്, എന്നാൽ കർത്താവാണെങ്കിൽ മനുഷ്യൻ പുറമേയുള്ളത് കാണുന്നു, എന്നാൽ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു. ഈ മകൾ എൻ്റെ അടുക്കലേക്ക് എത്ര ദൂരത്ത് നിന്നാണ് വന്നത്? അവളുടെ പ്രശ്നം എന്താണ്? അവളുടെ രോഗം എന്താണ്? ഇവളെ വിടുവിക്കണം, ഇവൾക്ക് സൗഖ്യം കൊടുക്കണം, ഇവളെ ആശ്വസിപ്പിക്കണം, ഇവളെ രക്ഷിക്കണം, ഇവർക്ക് ഈ ദിവസം വിടുതൽ കൊടുക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ കുളത്തിനരികിലേക്ക് കർത്താവ് വരുന്നു. അവനെല്ലാം കണ്ടുകൊണ്ട് വരികയാണ്. എല്ലാവരെയും വിശദമായി നോക്കിക്കൊണ്ട് വന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്നവരിൽ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ ഉണ്ടായിരുന്നത് ആരാണെന്ന് വെച്ചാൽ, അനേകം നാളുകളായിട്ട് തീരാവ്യാധിയാൽ ഭാരപ്പെടുന്നവൻ ആരാണോ അവനെ കാണുവാനിടയായി. ഇവിടെ നോക്കൂ, 5-ാം അധ്യായം
6-ാം വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ട് ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. കർത്താവ് കാണുന്നവനുമാണ്, പറയൂ, അറിയുന്നവനുമാണ്. കാണുകയും അറിയുകയും ചെയ്യുന്നത് ഒന്നാണോ? എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയും. എന്താണ് അറിയുക എന്ന് വെച്ചാൽ? നീ ആരാണ്, നിന്റെ പേരെന്താണ്, നിന്റെ ഭാര്യയുടെ പേരെന്താണ്, നീ എവിടെ താമസിക്കുന്നു, നിനക്കെത്ര കുട്ടികൾ, നീ എന്ത് ജോലി ചെയ്യുന്നു, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും അറിയുന്നതാണ്. യേശുക്രിസ്തു നമ്മെ കാണുന്ന ദൈവമാണോ, അറിയുന്ന ദൈവമാണോ? യേശുവിന് നമ്മുടെ പഴയകാലം മുഴുവൻ അറിയാം. മാതാവിന്റെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവൻ നമ്മെ കണ്ടു. മാതാപിതാക്കൾ നാം ജനിച്ചപ്പോഴാണ് നമ്മെ കണ്ടത്. എന്നാൽ കർത്താവ് എപ്പോഴാണ് നമ്മെ കണ്ടത്? നാം ജനിക്കുന്നതിന് മുൻപേ അവൻ നമ്മെ കണ്ടു. അന്നു മുതൽ ഇപ്പോൾ വരെയും നീ ഇരിക്കുന്നതും നീ എഴുന്നേൽക്കുന്നതും നീ കിടക്കുന്നതും നീ നടക്കുന്നതും അവന് നന്നായി അറിയാം. നീ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നീ എന്താണ് പറയുന്നതെന്ന് അവന് അറിയാം. കാരണം നിന്റെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളെ അവൻ അറിയുന്നവൻ ആണ്. അവൻ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ഈ അവസ്ഥയിൽ അവൻ അനേകം വർഷങ്ങളായിരിക്കുന്നു എന്നത് അറിഞ്ഞിട്ട് അടുത്തു വന്നിട്ട് എന്താണ് ചോദിച്ചത്? നിനക്ക് സൗഖ്യം ആകുവാൻ മനസ്സുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്തിനാണ് നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്? നിന്റെ മദ്യപാനം ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയാണോ? നിന്റെ കോപം നിയന്ത്രിക്കുവാൻ വേണ്ടിയാണോ? നിന്റെ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം നിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ അനുസരണക്കേട് ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ രോഗത്തിന് സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കടബാധ്യതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. എന്താണ് നീ പറയുന്നത്? ഇവനോട് ചോദിച്ചപ്പോൾ, എന്തിനാണ് നീ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താണ് മറുപടി പറഞ്ഞതെന്ന് നോക്കുക. 7-ാം വാക്യം വായിക്കൂ. കർത്താവ് അവനോട് ചോദിച്ചപ്പോൾ അവൻ എന്താണ് മറുപടി പറഞ്ഞത്? യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അനേകം പേർ ഒഴിവുകഴിവുകൾ പറയാറുണ്ട്. സൗഖ്യമാകണമോ എന്ന് ചോദിച്ചപ്പോൾ നോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഇവിടെയുള്ളതെന്ന് പറയും. ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, അതെ, അതങ്ങനെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് അങ്ങനെയാണ്, എൻ്റെ കെട്ടിയവൾ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് പറയും. കെട്ടിയവൾ അങ്ങനെ ആയതുകൊണ്ടാണെന്ന്. എന്താണ്, ഇവൻ തന്നെയല്ലേ കെട്ടിയത്? എന്താണ്, ചില ആളുകൾ ഭാര്യമാരെ കുറ്റപ്പെടുന്നത് കാണാം. ഇവൾ കാരണമാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതെന്ന് പറയും. ഇവനുള്ളത് കൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതെന്ന് പറയും. ഭർത്താവിനെ കുറ്റം പറയും. നോക്ക്, ഈ രാക്ഷസന്മാർ, കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. രാക്ഷസന്മാർ എന്റെ തല തിന്നുകയാണെന്ന് പറയും. ചർച്ചിൽ പോകാൻ കഴിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഈ നാശം പിടിച്ചവർ ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വത്തല്ല. ഉദരഫലം യഹോവ നൽകുന്ന ദാനമാണ്. മക്കൾ അവൻ നൽകുന്ന അവകാശം. നിങ്ങൾക്ക് എത്ര ദേഷ്യം വന്നാലും കുഞ്ഞുങ്ങളെ ശാസിക്കുക, ചീത്ത വിളിക്കരുത്. വഴക്കു പറയുന്നത് വേറെ, ശിക്ഷിക്കുക അല്ലാതെ തല്ലരുത്. ശിക്ഷിക്കുന്നത് വേറെ, തല്ലുന്നത് വേറെയാണ്. തല്ലുന്നത് വേറെയാണ്. കൈ കിട്ടുന്നത് വലിച്ചെറിഞ്ഞ്, കൈ കിട്ടുന്നത് കൊടയാണെങ്കിൽ കൊടയെടുത്ത്, ഫോണാണെങ്കിൽ ഫോൺ എടുത്തിട്ട്, ചെരുപ്പാണെങ്കിൽ ചെരുപ്പെടുത്തിട്ട് അടിക്കുന്നതല്ല ശിക്ഷ എന്നത്. പിന്നെ അവൻ്റെ തല പൊട്ടിയപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 15,000 രൂപ പിന്നെ ബില്ല്. അടിക്കണമെങ്കിൽ ചെറിയ ഒരു വടിയെടുത്തിട്ട് ആ കുട്ടിയെ വിളിച്ചിട്ട് ഒരു ചെറിയ അടി കൊടുത്തിട്ട് ഇനി മേലിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതാണ് ശിക്ഷ. അല്ലാതെ നിന്റെ കോപം മുഴുവൻ കുഞ്ഞുങ്ങളുടെ മേൽ കാണിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പിന്നെ നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ നിങ്ങളെ അനുസരിക്കാതിരിക്കുന്നത് കാണാം. അങ്ങനെ അനേകം ആളുകൾ ഇവിടെ വന്ന് പരാതി പറയാറുണ്ട്. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിലും ദൈവത്തിൻ്റെതായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്തുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമെന്ന് മനോഹയും കുടുംബവും പറഞ്ഞു. ശിംശോന്റെ മാതാപിതാക്കൾ എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ മക്കളെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കൂ. ഈ ദിവസം കർത്താവ് നിന്നോട് ചോദിക്കും, നിന്റെ കുറവെന്താണ്, നിന്റെ വിഷമം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നീ അതിനുള്ള മറുപടി കർത്താവിനോട് പറയുകയല്ലാതെ വേറെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുക എന്നത് പ്രയോജനമില്ലാത്തതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ആദാമും ഹവ്വായും പാപം ചെയ്ത അന്നു മുതൽ ഇന്നുവരെയും മനുഷ്യനോട് എന്തെങ്കിലും ചോദിച്ചാൽ മറ്റുള്ളവരിൽ പഴിചാരുക അല്ലാതെ തന്റെ തെറ്റിനെ അവൻ അംഗീകരിക്കില്ല. നിങ്ങൾക്കറിയാമോ, ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ
ആദാമിന്റെ അടുക്കൽ ഹവ്വായെ കൊണ്ട് നിർത്തിയ സമയത്ത് അവൻ എന്താണ് പറഞ്ഞത്? എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്റെ തക്കതായ തുണയാണ് നരനിൽ നിന്ന് എടുത്തതുകൊണ്ട് ഇവളെ നാരി എന്ന് വിളിക്കപ്പെടും എന്ന് പറയുവാനിടയായി. എന്നാൽ പാപം ചെയ്തു പോയ സമയത്ത് ആദാമേ, നീ എവിടെ ആയിരിക്കുന്നു? തിന്നരുത് എന്ന് പറഞ്ഞ പഴം നീ തിന്നുവോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസം അവൾ തന്നതുകൊണ്ട് ഞാൻ തിന്നാൻ പാടില്ലേ എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നീ എന്നോടു കൂടെ ഇരിപ്പാൻ തന്നതായ ഈ സ്ത്രീ തന്നതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. ഞാൻ നല്ലവൻ ആണ്. നീ തന്നെയാണ് തന്നത്. ആരെയാണ്? ഈ ഭാര്യയെ. നീ തന്നതായ ഭാര്യ നൽകിയത് കൊണ്ടാണ് ഞാൻ കഴിച്ചത്, അല്ലാതെ എന്റെ തെറ്റല്ല. എന്താണ്? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാതെ എനിക്ക് ആരുമില്ല. ഇന്ന് അനേകം ആളുകളും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എനിക്ക് ആരും ഇല്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്കാരും സഹായം ചെയ്യുന്നില്ല, എനിക്കാരും കൂട്ടുകാരില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നതേ ഇല്ല എന്ന് പരാതി പറയുന്നവർ ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അങ്ങനെ ഉണ്ടായിരിക്കാം. എന്റെ കാര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെക്കുറിച്ച് എനിക്ക് തന്നെ പലപ്പോഴും മനസ്സിലാകുന്നില്ല, എനിക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്ന് എല്ലാവരും പറയേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഒരു കാര്യം ഓർക്കുക, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യൻ നിന്നെ ആശ്വസിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനേക്കാൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഉത്തമം. യേശുക്രിസ്തുവിനെ നിന്നെ മനസ്സിലാക്കുവാൻ കഴിയും. കാരണം അവൻ ആകാശത്തിരിക്കുന്ന ദൈവമല്ല. അവൻ എവിടെയാണുള്ളത്? നമ്മെപ്പോലെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെപ്പോലെ ശരീരത്തിൽ ജീവിച്ച്, നാം ഇപ്പോൾ ജീവിക്കുന്നതായ ഈ ഭൂമിയിൽ അവൻ ജീവിച്ച് എല്ലാ രീതിയിലും അപമാനിക്കപ്പെട്ട് വേദന അനുഭവിച്ച് ജീവിച്ചവൻ ആണ്. നമുക്ക് വേണ്ടി അവൻ സകലതും സഹിച്ചവനാണ്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് അവന് അറിയാം. നിനക്ക് ആരും ഇല്ല എന്ന് നീ വിഷമിക്കുന്നുണ്ടോ? നീ 38 വർഷമായി ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടി, നിനക്ക് സൗഖ്യം നൽകാൻ, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിനക്ക് ആരുമില്ല എന്ന് നീ പറയണ്ട, നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കർത്താവ് അത്രയും ആളുകൾ അവിടെ കിടന്നിരുന്നിട്ടും ഇവന്റെ അടുക്കൽ വന്ന് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആരുമില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ 8-ാം വാക്യം, യേശു അവനോട് നിന്റെ കിടക്കയെടുത്തുകൊണ്ട് നടക്ക എന്ന ഉത്തരം പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി തന്റെ കിടക്ക എടുത്തുകൊണ്ട് നടന്നു. ഹല്ലേലൂയ! യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ട്. 38 വർഷമായി കിടന്ന ആ വ്യക്തിയുടെ ശരീരത്ത് മുഴുവൻ മുറിവുകൾ ഉണ്ടായിരുന്നിരിക്കാം. അവൻ ഒരുപാട് തളർന്ന അവശതയിൽ ആയിരുന്നിരിക്കാം. സാധാരണ എഴുന്നേൽപ്പിച്ചാൽ പോലും എഴുന്നേൽക്കാൻ കഴിയില്ലായിരിക്കും. എന്നാൽ കർത്താവ് ഒരു വാക്ക് മാത്രം പറഞ്ഞ സമയത്ത് നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക നീ തന്നെ എടുത്തുകൊണ്ട് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവൻ സൗഖ്യം പ്രാപിച്ചിട്ട് തന്റെ കിടക്ക എടുത്തുകൊണ്ട് നടന്നുപോയി. യേശുക്രിസ്തുവിന്റെ ഒറ്റ വാക്കുമതി. മരിച്ച് 4 ദിവസമായി. അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. എന്താണ്? അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി എത്ര വാക്കാണ് പറഞ്ഞത്? ലാസർ പുറത്തു വരൂ. അവിടെ ലാസർ എന്ന് വിളിക്കാതെ വെളിയിലേക്ക് വരൂ എന്ന് വിളിക്കുകയായിരുന്നെങ്കിൽ അവിടെ അടക്കിയിരുന്ന എല്ലാവരും വെളിയിൽ വരുമായിരുന്നു. അതുകൊണ്ട് ലാസർ മാത്രം വരുവാൻ വേണ്ടി ലാസറേ നീ വെളിയിലേക്ക് വരൂ എന്ന് വിളിച്ചു. ആ സമയത്ത് മരിച്ചു കിടന്നതായ ലാസറിന്റെ ശരീരത്തിലേക്ക് ജീവൻ വരാനിടയായി. നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവേ, എന്റെ കുടുംബത്തെ മാറ്റണം, എന്റെ മകളെ മാറ്റണം, എന്റെ ഭർത്താവിനെ മാറ്റണം, എന്നെ മാറ്റൂ എന്ന് നാം പറയുന്ന സമയത്ത് ഒരു അത്ഭുതം നടക്കുന്നു. നമ്മെക്കൊണ്ട് നമ്മെ മാറ്റുവാൻ കഴിയില്ല, നമ്മെക്കൊണ്ട് നമ്മെ നന്നാക്കാൻ കഴിയില്ല. ഞാൻ നല്ല വ്യക്തിയായി ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന അനേകം പേരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് പാപത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല. നമുക്ക് ജയിക്കുവാൻ ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു ശക്തി ആവശ്യമാണ്. യേശുക്രിസ്തു ഉയരത്തിൽ നിന്ന് വന്നവനാണ്. പാപത്തിൽ വീഴാതെ വേർപെട്ട് ജീവിച്ചവനാണ്. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി രക്തത്തെ ഒഴുക്കിയ ദൈവമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു വ്യക്തിയെ രക്ഷിക്കുന്ന സമയത്ത് സൗഖ്യപ്പെടുത്തുമ്പോൾ അത് എന്നേക്കുമുള്ള സൗഖ്യമാണ്, എന്നേക്കുമുള്ളതായ രക്ഷയാണ്.
നീ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അവൻ കിടക്കയെടുത്തു നടന്നു, സൗഖ്യമായി അവിടെ നിന്ന് പോയി. 38 വർഷമായി കിടക്കുകയല്ലായിരുന്നോ? ഇപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? എഴുന്നേൽക്കുമ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? സിനിമയ്ക്കാണോ? എവിടെ പോണം? വേട്ടയാടാനാണോ? പറയൂ. യേശുക്രിസ്തു അവനെ എവിടെ വെച്ചാണ് കണ്ടത്? നമുക്ക് വായിക്കാം. 14-ാം വാക്യം വായിക്കാം. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട്. എവിടെ വെച്ചാണ് യേശു അവനെ കണ്ടത്? എവിടെയാണ് അവൻ കാണപ്പെട്ടത്? ദേവാലയത്തിൽ അവൻ കാണപ്പെട്ടു. നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് നീ എവിടെ കാണപ്പെടണം? സിനിമാ ഹാളിൽ കാണാൻ പാടില്ല, അശുദ്ധമായ സ്ഥലങ്ങളിൽ കാണാൻ പാടില്ല, ചാരായ ഷാപ്പിൽ കാണുവാൻ പാടില്ല, അതുപോലെ ക്ലബിൽ നീ കാണുവാൻ പാടില്ല, പാപം നിറഞ്ഞ സ്ഥലങ്ങളിൽ നീ കാണുവാൻ പാടില്ല. പിന്നെ എവിടെയാണ് കാണപ്പെടേണ്ടത്? ദൈവമക്കളുടെ സമൂഹത്തിൽ നീ കാണപ്പെടണം. ദേവാലയത്തിൽ നീ കാണപ്പെടണം. ദേവാലയത്തിൽ അവനെ കണ്ടിട്ട് യേശു എന്താണ് പറഞ്ഞതെന്ന് നോക്കൂ. 14-ാം വാക്യം നോക്കൂ. നിനക്ക് സൗഖ്യം ആയല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത്. നോക്കൂ, നിനക്ക് സൗഖ്യം ആയല്ലോ, ഇനിയും അധികം തിന്മയായി ഭവിക്കാതിരിക്കാൻ ഇനിയും നീ പാപം ചെയ്യരുത്. ഇന്ന് ഈ ചിന്തയോടുകൂടി നാം പോകേണ്ടതാണ്. യേശുക്രിസ്തു എനിക്ക് സൗഖ്യം നൽകി, എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയൂ. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇനിയും പാപം ചെയ്യരുത്. നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അനേകം ആളുകൾ സൗഖ്യത്തിനു വേണ്ടി വരാറുണ്ട്, സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സൗഖ്യം പ്രാപിക്കുമോ? ഇല്ലയോ? പ്രാപിക്കും. സൗഖ്യം പ്രാപിച്ച ശേഷം നാം പോകും. സൗഖ്യം വന്ന ശേഷം നാം പോകും. പിന്നെ എപ്പോഴാണ് വരുന്നത്? അടുത്ത രോഗം വരുമ്പോൾ വീണ്ടും വരും. അതല്ല ക്രിസ്തീയ ജീവിതം. യേശുക്രിസ്തു ഒരിക്കൽ നിന്നെ സൗഖ്യമാക്കിയാൽ പിന്നെ, യേശുക്രിസ്തു ഒരിക്കൽ നിന്നെ രക്ഷിച്ചാൽ പിന്നെ ഇനിയും നീ പാപം. നോക്കൂ, ആ പാപിനിയായ സ്ത്രീയെ വലിച്ചിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഇതാ, ഇവളെ വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മോശയുടെ ന്യായപ്രമാണം പറയുന്നു. നീ എന്ത് പറയുന്നുവെന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൾ ആദ്യം അവളുടെ മേൽ കല്ലെറിയട്ടെ. അപ്പോൾ ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവിടെ നിന്ന് കടന്നു പോകുവാൻ ഇടയായി. കർത്താവ് മാത്രം അവിടെ അവശേഷിച്ചു. ആ സ്ത്രീയും അവിടെ നിന്നു. പാപമില്ലാത്തവൻ കർത്താവ് മാത്രമാണ്. എന്നിൽ പാപം കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മൗനമായി പോയി. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് അവനെ വിചാരണ ചെയ്തതായ പീലാത്തോസ് പറയുകയുണ്ടായി. അവനിലൊരു കുറ്റവുമില്ലായിരുന്നു. എങ്കിലും ഭീകരമായ ക്രൂശ് മരണത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ലോകത്തിന്റെ സകല പാപവും ചുമക്കുന്ന കുഞ്ഞാടായി എത്തിയ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ എല്ലാ പാപം ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു. എന്നാൽ അവൻ പാപം ഇല്ലാത്തവനാണ്. അവിടെ ഒരു പാപിനി നിൽക്കുന്നു. എല്ലാവരും ഓടിപ്പോയി. അവൾക്കും ഓടിപ്പോകാമായിരുന്നില്ലേ? അവൾ എന്തുകൊണ്ട് ഓടിപ്പോയില്ല? ഞാൻ പാപിനിയാണ്, ഞാൻ ശിക്ഷയ്ക്ക് അർഹയാണ്, ഞാനൊരു പാപിനിയാണ്. യേശുക്രിസ്തു പാപമില്ലാത്തവനാണ്. അവരെല്ലാം ഓടിപ്പോയി. ഇവൻ എന്നെ ശിക്ഷിക്കുവാൻ യോഗ്യൻ ആകുന്നു. അവൾ അവിടെ തന്നെ നിന്നു. യേശുക്രിസ്തു തലയുയർത്തി നോക്കി എന്താണ് പറഞ്ഞത്? സ്ത്രീയെ. ആരെങ്കിലും അങ്ങനെ വിളിക്കുമോ വേശ്യയെ? ഒന്നിനും കൊള്ളാത്തവളെ, കുടുംബം നശിപ്പിക്കുന്നവളെ എന്നൊക്കെയാണ് ആളുകൾ അവളെ വിളിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ആദ്യമായിട്ടിപ്പോൾ അവളെ ഒരാൾ സ്നേഹപൂർവ്വം വിളിക്കുകയാണ്. അവരുടെ സ്വന്തം ബന്ധുക്കാർ പോലും അവളെ അത്ര സ്നേഹപൂർവ്വം വിളിക്കില്ല. നിന്നെ പോലെ ഒരുത്തിയോടെ എങ്ങനെ സംസാരിക്കുവാൻ തോന്നും? എന്നാൽ യേശുക്രിസ്തു ഇവിടെ സ്നേഹത്തോടെ അവളെ, മകളെ, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. അതായത് നിന്റെ ശിക്ഷ ഞാൻ വഹിക്കാം. നിന്റെ മുഖത്തേറ്റ തുപ്പലുകൾ ഞാൻ വഹിച്ചുകൊള്ളാം. നിനക്ക് വേണ്ടി ഞാൻ അടികൾ ഏറ്റുവാങ്ങാം. നിനക്ക് വേണ്ടി ഞാൻ കാൽവരി ക്രൂശിൽ മരിക്കാം. നീ ഇനിമേൽ പാപം ചെയ്യരുത്. യേശുക്രിസ്തു പറയുന്നതായ കാര്യം എന്താണ്? ഇവിടെ വന്നതായ ആരും തന്നെ ഇവിടെ നിന്ന് പോയിട്ട് ഇനിമേൽ പാപം ചെയ്യരുത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും തന്നെ പാപം ചെയ്യുകയില്ല. അതുകൊണ്ട്
ദൈവത്തിൻ്റെ മക്കളായ നാം എപ്പോഴെങ്കിലും ഏതെങ്കിലും പരീക്ഷയിൽ വീഴുകയാണെങ്കിൽ പശ്ചാത്തപിക്കണം. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം കഴുകപ്പെടണം. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നീതിമാനായ ദൈവം ആകുന്നു. ഈ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാം ഇത് കഴിഞ്ഞ് ഒരു തീരുമാനത്തോടുകൂടി ഇവിടെ നിന്ന് പോകണം. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ ഭർത്താവിന് മാറ്റമുണ്ടായി, എൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടായി, എൻ്റെ ദേഷ്യം കുറഞ്ഞു, അനാവശ്യമായ കാര്യങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞു, ഞാൻ ഇനി പാപത്തിന് ഇടം കൊടുക്കില്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു, അവൻ്റെ മകളായി ഞാൻ ജീവിക്കുന്നു എന്ന് നിങ്ങൾ സാക്ഷ്യം പറയുന്ന ആളുകളായി തീരണം. അപ്പോൾ മാത്രമേ ഈ കൂട്ടായ്മ കൊണ്ട് നിങ്ങൾക്കാകട്ടെ, ഞങ്ങൾക്കാകട്ടെ, എനിക്കാകട്ടെ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നു, ഏത് പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പരിസ്ഥിതി എന്താണ്, ഏത് അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക. ഇപ്പോൾ ദൈവത്തോട് സംസാരിക്കേണ്ടുന്ന സമയമാണ്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ നാമത്തിൽ കടന്നു വന്നതായ നിന്റെ മക്കളെ ഒന്ന് നോക്കണമേ. ഏത് കുടുംബത്തിലാണ് രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകൾ ഉള്ളത്, ആ കുടുംബത്തിൽ നിന്റെ സാന്നിധ്യത്തെ പകരണമേ. പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്ന് വിടുവിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാൽ നിറയ്ക്കണമേ. യൗവനക്കാരോട് കരുണ കാണിക്കണമേ. യൗവനകാലത്തിൽ നിന്റെ മക്കളായി ജീവിക്കാൻ സഹായിക്കണമേ. നിന്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് നീ ജോലി കൊടുക്കണമേ. നിന്നിൽ ആശ്രയിക്കുന്നവരെ നീ ലജ്ജിപ്പിക്കാത്തവനാണല്ലോ. നന്മയുടെ വഴികളെ നിന്റെ മക്കൾക്ക് തുറന്നു കൊടുക്കണമേ. പാപത്തിൽ വീണുകിടക്കുന്നവരെ നീ എഴുന്നേൽപ്പിക്കണമേ. വ്യഭിചാരം ചെയ്യുന്ന സ്വഭാവമുള്ളവരെ അതിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. മദ്യപിക്കുന്നതായ ആളുകൾക്കെല്ലാം നസറേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദാനത്തോടുകൂടി ഇവിടെ നിന്ന് പോകുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.